സൈന്യത്തിന് തീരുമാനിക്കാം ഏത് തരത്തിൽ തിരിച്ചടിക്കണമെന്നുള്ളതല്ലേ? അതുതന്നെയാണ് 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യ നേരിട്ട ഏറ്റവും കനത്ത ഭീകരാക്രമണത്തിൽ കടുത്ത തിരിച്ചടി തന്നെ നൽകുമെന്ന് നേരത്തെ തന്നെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം വ്യക്തമാക്കിയിരുന്നു. അത്തരം തീരുമാനങ്ങളിലേക്ക് ഇന്ത്യ പോകുന്നു എന്നുള്ള വ്യക്തമായ സൂചനയാണ് വരുന്നത്. ഇന്നിപ്പോൾ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉന്നതതല യോഗമാണ് ചേർന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രാജ്നാഥ് സിംഗിന് പുറമെ സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാനും 3 സേനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു. ഈ യോഗത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു നിർദ്ദേശം ഈ സേനകൾക്ക് നൽകി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്നാൽ ഇന്ത്യ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. സ്വാഭാവികമായും ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി നാളെയാണ് യോഗം ചേരുന്നത്. അങ്ങനെ ഒരു ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ് പ്രധാനപ്പെട്ട 4 വകുപ്പുകളുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും പ്രതിരോധ ആഭ്യന്തര ധന മന്ത്രാലയത്തിൻ്റെയും മന്ത്രിമാരും സെക്രട്ടറിമാരും പ്രധാനമന്ത്രിയും ചേരുന്ന ഈ യോഗമാണ് അന്തിമമായ തീരുമാനം നാളെ എടുക്കേണ്ടത്. അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എപ്പോൾ ഏത് സമയത്ത് എങ്ങനെ തിരിച്ചടി നൽകണം എന്നതിൽ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യ നൽകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഔദ്യോഗിക തീരുമാനം നാളെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതോടൊപ്പം ഈ ഭീകരാക്രമണം ഉണ്ടായി തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സമാന്തരമായി തന്നെ ലോക രാജ്യങ്ങളുമായി ഇന്ത്യ നയതന്ത്ര ബന്ധവും ശക്തമാക്കിയിരിക്കുകയാണ്. ലോകത്തെ പ്രധാനപ്പെട്ട ശക്തികളുമായി ഇന്ത്യയുമായി ജിയോ പൊളിറ്റിക്സിലും അതോടൊപ്പം തന്നെ പ്രതിരോധ മേഖലയിലും സഹകരിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ടെല്ലാം തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്തരമൊരു മൂവിലേക്ക് നീങ്ങുന്നത്, എന്താണ് പാകിസ്ഥാനിലെ സാഹചര്യം, ഇതിന് പിന്നിൽ ഇന്ത്യയിൽ നടത്തിയ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ്റെ പങ്ക് എങ്ങനെയാണ്, ഇതിന് ഇന്ത്യ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു തിരിച്ചടിക്ക് നിർബന്ധമായിരുന്ന സാഹചര്യം, നദീജല കരാറടക്കം മരവിപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് ഇന്ത്യ എന്തുകൊണ്ട് പോയി, ഇത്തരം കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായി ഇന്ത്യ ഇപ്പോൾ നയതന്ത്ര ബന്ധത്തിലൂടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം പിന്തുണ. അങ്ങനെ ഒരു കനത്ത തിരിച്ചടിയിലേക്കാണ് പോകുന്നതെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലേക്കുള്ള ഒരു തിരിച്ചടി ഇങ്ങോട്ട് ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധത്തിലേക്ക് അടക്കം പോകാനുള്ള സാധ്യത ഇന്ത്യ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയെ പോലെ എല്ലാ കാലത്തും സമാധാനം ആഗ്രഹിക്കുന്ന, ലോകത്ത് യുദ്ധത്തിനെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു നീക്കമുണ്ടാകുമ്പോൾ അതിനെ മറ്റ് രാജ്യങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തുക എന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ഒരു കടമ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നയതന്ത്ര തലത്തിൽ അത്തരമൊരു നീക്കം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്.